ഹരി ഓം. ശ്രീ വാൽമീകി മഹർഷായേ നമഃ. ശ്രീ ആഞ്ജനായേ നമഃ. ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്ര സ്വാമിനെ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. SBYSS NYC മലയാളം ഓൺലൈൻ മുഖാന്തരം നടത്തിവരുന്ന രാമായണ പാരായണം ഇന്ന് 20ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് രാമായണ പാരായണം ചെയ്യുന്നത് സിന്ധു പ്രമോദക്ക, ഗീത ജയപ്രകാശ് അക്ക, ജയരാജ് അണ്ണൻ, ശ്രീകുമാർ അണ്ണൻ എന്നിവരാണ്. സാരാംശം വിശദീകരിച്ചു തരുന്നത് സത്യജിത്ത് അണ്ണനാണ്. ഓരോരുത്തരെയും ഈ പരിപാടിയിലേക്ക് ഭക്തിപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ ഇന്നിവിടെ രാമായണ പാരായണവും സാരാംശവും ശ്രവിക്കുന്നതിനായി ഭക്തിയോടെ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ യോഗബന്ധുക്കളെയും ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. കറുത്ത കർക്കിടകത്തിനപ്പുറത്ത് പൊന്നിൻ ചിങ്ങം എന്ന മോഹന സങ്കല്പം നെഞ്ചേറ്റുന്ന ഒരു ജനതയുടെ ആശ്വാസം കൂടിയാണ് രാമായണം. ഇന്ന് നമുക്ക് സുന്ദരകാണ്ഡത്തിലെ മനോഹരമായ വരികൾ ശ്രവിക്കാം. ആദ്യമായി പാരായണത്തിനായി സിന്ധു പ്രമോദക്കെ സ്വാഗതം ചെയ്യുന്നു. ക്ഷണിച്ചു. ഹരി ഓം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തകരാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. സുന്ദരകാണ്ഡം ലങ്കാമർദ്ദനം. ചെറുതകലയൊരു വിടപി ശിഖിരവും അമർന്നവൻ ചിന്തിച്ചു കണ്ടാൻ മനസ്സി ജിതശ്രമം. പരപുരിയിലൊരു നൃപതി കാര്യാർത്ഥമായി അതിപാടവമുള്ളൊരു ദൂതം നിയോഗിച്ചാൽ സ്വയം അതിനൊരഴിനിലയൊഴിഞ്ഞു സാധിച്ചത സുസ്വാമി കാര്യത്തിനന്തരമെന്നിയേ. നിജഹൃദയ ചതുരതയോടപരമൊരു കാര്യവും നീതിയോടെ ചെയ്തു പോമവനുത്തമൻ. അതിനു മുഹുരഹമഖില നിശിചര കുലേശനെ അൻപോടു കണ്ടു പറഞ്ഞു പോയിടണം. അതിനു പെരുവഴിയുമിതു സുദൃഢമിതി ചിന്ത ചെയ്താരാമമൊക്കെ പൊടിച്ചു തുടങ്ങിനാൻ. മിഥില നൃപമകൾ മരുവും അതിവിമല ശിംശപാവൃക്ഷമൊഴിഞ്ഞുള്ളതൊക്കെ തകർത്തവൻ.
കുസുമതല ഫലസഹിത ഗുൽമവല്ലി തരുക്കൂട്ടങ്ങൾ പൊട്ടിയലറി വീഴും വിധോ ജനനിവഹ ഭയജനന നാദഭേദങ്ങളും ജംഗമജാതികളായ പതത്രികൾ അതിഭയമൊടഖില ദിശി ഖലു പറന്നുടൻ ആകാശമൊക്കെ പരന്നൊരു ശബ്ദവും രജനി ചരപുരി ചടിതി കീഴ്മേൽ മറിത്തിതു രാമദൂതൻ മഹാവീര്യ പരാക്രമൻ ഭയമൊടതു പൊഴുതു നിശിചരികളും ഉണർന്നിതു പാർത്ത നേരം കപിവീരനെ കാണായി ഇവൻ അമിത ബലസഹിതൻ ഇടിനിധനമൊച്ചയും എന്തൊരു ജന്തുവിതെന്തിനു വന്നതും സുമുഖി തവ നികടഭുവി നിന്നു വിശേഷങ്ങൾ സുന്ദരഗാത്രി ചൊല്ലീലയോ ചൊല്ലെടോ മനസ്സി ഭയമധികമിവനെ കണ്ടു ഞങ്ങൾക്കു മർക്കടാകാരം ധരിച്ചിരിക്കുന്നിതും നിശിതമസി വരുവതിനു കാരണമെന്തു ചൊൽ നീ അറിഞ്ഞീലയോ ചൊല്ലിവനാരെടോ രജനി ചരകുല രചിത മായകളൊക്കവേ രാത്രിഞ്ചരന്മാർക്കൊഴിഞ്ഞറിയാവതോ ഭയമിവനെ നികടഭുവി കണ്ടു മന്മാനസേ പാരം വളരുന്നിതെന്താവതീശ്വര അവനി മകളവരോടിതു ചൊന്ന നേരത്തവർ ആശുലങ്കേശ്വരനോട് ചൊല്ലിയിടിനാർ ഒരു വിപിന ചരനമിതബലൻ അചല സന്നിഭൻ ഉദ്യാനമൊക്കെ പൊടിച്ചു കളഞ്ഞിതു പുരുവതിനു കരുതിയവൻ അപഗത ഭയാകുലം പൊട്ടിച്ചിതു ചൈത്യപ്രാസാദമൊക്കവേ മുസലധരൻ അനിശമതു കാക്കുന്നവരെയും മുൽപ്പെട്ടു തച്ചു കൊന്നിടിനാനശ്രമം ഭുവനമതിലൊരുവരെയും അവനു ഭയമില്ലഹോ പോയിലവൻ അവിടുന്നിനിയും പ്രഭോ ദശവദനനിധി രജനി ചരികൾ വചനം കേട്ടു ദന്തശൂകോപമക്രോധവിവശനായി ഇവനിവിടെ നിശിതമസി ഭയമൊഴിയ വന്നവൻ എളിയവനല്ലെന്നു നിർണയം ചിതശരകുലിശ മുസലാദ്യങ്ങൾ കൈക്കൊണ്ടു നിങ്ങൾ പോകാശു 100,000 വീരന്മാർ നിശിചരകുലാധിപാജ്ഞാകാരന്മാരതിനിർഭയം ചെല്ലുന്നതു കണ്ടു മാരുതി ശിഖരികുലമൊടും അവനി മുഴുവനിളകും വണ്ണം സിംഹനാദം ചെയ്തതു കേട്ടു രാക്ഷസർ സഭയതര ഹൃദയമഥ മോഹിച്ചു വീണിതു സംഭ്രമത്തോടടുത്തിടിനാർ പിന്നെയും ശതവിശിഖ മുഖനിഖില ശസ്ത്രജാലങ്ങളെ ശീഘ്രം പ്രയോഗിച്ച നേരം കപീന്ദ്രനും മുഹുരുപരി വിരവിനോടുയർന്നു ജിതശ്രമം മുദ്ഗരം കൊണ്ടു താടിച്ചൊടുക്കിടിനാൻ നിയുത നിശിചര നിധന നിശമന ദശാന്തരേ നിർഭയം ക്രുദ്ധിച്ചു നക്തഞ്ചരേന്ദ്രനും അഖില ബല പതിവരരിൽ ഐവരെ ചെല്ലുകെന്നത്യന്തരോഷാൽ നിയോഗിച്ചനന്തരം പരമരണ നിപുണനോടെതിർത്തു പഞ്ചത്വവും പഞ്ചസേനാധിപന്മാർക്കും ഭവിച്ചിതു തദനു ദശവദനൻ ഉദിതക്രുധാ ചൊല്ലിനാൻ തദ്ബലമദ്ഭുതം മദ്ഭയോദ്ഭൂതിതം പരിഭവമൊടമിതബല സഹിതമപി ചെന്നൊരു പഞ്ചസേനാധിപന്മാർ മരിച്ചിടിനാർ ഇവനെ മമ നികടഭുവി ചടിതി സഹജീവനോടിങ്ങു ബന്ധിച്ചു കൊണ്ടെന്നു വച്ചിടുവാൻ മഹിതമതിബല സഹിതം 70 മന്ത്രിപുത്രന്മാർ പുറപ്പെടുവിൻ ഭൃശം ദശവദനവചന നിശമനബല സമന്വിതം
ദണ്ഡമുസല ഖഡ്ഗേഷു ചാപാദികൾ കഠിനതരമലറി നിജകരമതിലെടുത്തുടൻ കർപ്പുരേന്ദ്രന്മാരടുത്താർ കപീന്ദ്രനും ഭുവനതലമുലയെ മുഹുരലറി മരുവും വിധൗ ഭൂരിശസ്ത്രം പ്രയോഗിച്ചാരനുക്ഷണം അനിലജനും അവരെ വിരവോടു കൊന്നിടിനാൻ ആശുലോഹസ്തംഭതാടനത്താലഹോ നിജസച്ചിവ തനയരെഴുവരും അമിത സൈന്യവും നിർജ്ജരലോകം ഗമിച്ചതു കേൾക്കയാൽ മനസ്സി ദശമുഖനും ഒരു താപവും ഭീതിയും മാനവും ഖേദവും നാണവും തേടിനാൻ. ഇനിയൊരുവൻ ഇവനോടു ജയിപ്പതിനില്ല മറ്റിങ്ങനെ കണ്ടീല മറ്റു ഞാനാരെയും. ഇവരൊരുവരെതിരിടുകിൽ അസുരസുരജാതികൾ എങ്ങുമേ നിൽക്കുമാറില്ല ജഗത്രയേ. അവർ പലരും ഒരു കപിയോടേറ്റു മരിച്ചിതങ്ങയ്യോ സുകൃതം നശിച്ചിതു മാമകം. പലവുമിതി കരുതിയൊരു പരവശത കൈക്കൊണ്ടു പാരം തളർന്നൊരു താതനോടാദരാൽ വിനയമൊടു തൊഴുതിളയ മകനുമുര ചെയ്തിതു വീരപുംസാമിതം യോഗ്യമല്ലേതുമേ. അലമലമിതറികിലനുചിതമഖില ഭൂഭൃതാം ആത്മഖേദം ധൈര്യശൗര്യ തേജോഹരം അരിവരനെ നിമിഷമിഹ കൊണ്ടുവരുവനെന്നക്ഷകുമാരനും നിർഗമിച്ചിടിനാൻ. കപിവരനും അതു പൊഴുതു തോരണമേറിനാൻ കാണായിതക്ഷകുമാരനെ സന്നിധോ. ശരനികര ശകലിത ശരീരനായി വന്നിതു ശാഖാമൃഗാധിപൻ താനുമതു നേരം മുനിവിനോടു ഗഗനഭുവി നിന്നു താണാശുതൻ മൂർധനി മുദ്ഗരം കൊണ്ടെറിഞ്ഞിടിനാൻ. ശമനപുരി വിരവിനോടു ചെന്നു പൊക്കിടിനാൻ ശക്തനാം അക്ഷകുമാരൻ മനോഹരൻ. വിബുധ കുലരിപു നിശിചരാധിപൻ രാവണൻ വൃത്താന്തമാഹന്ത കേട്ടു ദുഃഖാർത്തനായി അമരപതിജിതം അമിതബലസഹിതമാത്മജം ആത്മഖേദത്തോടണച്ചു ചൊല്ലിടിനാൻ. പ്രിയതനയ ശൃണുവചനമിഹ തവ സഹോദരൻ പ്രേതാധിപാലയം പുക്കിതു കേട്ടീലേ. മമ സുതനെ രണശിരസി കൊന്ന കപീന്ദ്രനെ മാർത്താണ്ഡജാലയത്തിനയച്ചിടുവാൻ ത്വരിതമഹമതുലബലമോടു പോയിടുവൻ ത്വത്കനിഷ്ഠോദകം പിന്നെ നൽകിടുവൻ. ഇതി ജനകവചനമലിവോടു കേട്ടാദരാൽ ഇന്ദ്രജിത്തും പറഞ്ഞിടിനാൾ തൽക്ഷണേ. യജമനസി ജനക തവ ശോകം മഹാമതേ കൊൾവൻ ഞാൻ പരിഭവമൊക്കവേ. മരണവിരഹിതനവനതിനില്ല സംശയം മറ്റൊരുവൻ ബലാലെത്ര വന്നിടുമോ. ഭയമവനു മരണഹൃദമില്ലെന്നു കാൽക്കിൽ ഞാൻ ബ്രഹ്മാസ്ത്രമെയ്തു ബന്ധിച്ചു കൊണ്ടിടുവൻ. ഭുവനതലമഖിലമരവിന്ദോത്ഭവാദിയാം പൂർവദേവാരികൾ തന്നവരെത്തിനാൾ. വലമദനമഭിയുതി ജയിച്ചു നമ്മോടൊരു വാനരൻ വന്നെതിരിട്ടതും അത്ഭുതം. അതു കരുതുമളവിലിഹ നാണമാമെത്രയും കന്തുമശക്യോപി ഞാനാ വിളംബിതം. കൃതിബിരബി നികൃതിബിരബി സത്മനാഭിവാ പുത്രേണ ഞാൻ ത്വൽസമീപേ വരുത്തുവാൻ. സബതി വിബതുക ഗതമിഹ പ്രമദാകൃതം സമ്പദ്ദിനാശകരം വരം നിർണയം. സസുഖമിഹ നിവസമയി ജീവതി സംവൃത സന്താപമുണ്ടാക്കരുതുമാ.
ഇതി ജനകനൊടു നയഹിതങ്ങൾ സൂചിച്ചുട. ഇന്ദ്രജിത്തും പുറപ്പെട്ടു സന്നദ്ധനായി. രഥകവച വിശിഖധനുരാദികൾ കൈക്കൊണ്ടു രാമദൂതം ചേതുമാശു ചെന്നിടിനാൾ. ഗരുഡനിബനത ഗഗനമുൽപ്പതിച്ചിടിനാൾ. ഗർജനാപൂർവകം മാരുതി വീര്യവാൻ. ബഹുമതിയുമകതളിരിൽ വന്നു പരസ്പരം. ബാഹുബല വീര്യവേഗങ്ങൾ കാൺകയാൾ. പവനസുത ശിരസിൽ സരമഞ്ചു കൊണ്ടെയ്തിതും പാകാരിജിത്തായ പഞ്ചാസ്യ വിക്രമൻ. ഹതസപതി ഹൃതി വിശിഖമെട്ടു കൊണ്ടെയ്തു. മറ്റാറാറു ബാണങ്ങൾ പദങ്ങളിലും തഥാ. ചിതവിശിഖമധികതരമൊന്നുവാൻ മേലെയ്തു. സിംഹനാദേനാ പ്രപഞ്ചം കുലുക്കിനാൾ. തദനു കവികുല തിലകനമ്പു കൊണ്ടാർത്തനായി. സ്തംഭേന സൂതനെ കൊന്നിതു സത്വരം. തുരകയുധരഥവുമത ജഡിതി പൊടിയാക്കിനാൾ. ദൂരത്തു ചാടിനാൾ മേഘാനിനാഥനും. അപരമൊരു രഥമധിക വീരുതൊടുത്തുടനേറി വന്നസ്ത്രശസ്ത്രൗകവരിഷം തുടങ്ങിനാൾ. ഋഷിതമതിദശവദന തനയ ശരപാദേന രോമങ്ങൾ നന്നാലു കീറി കവീന്ദ്രനും. അതിനുമൊരു കെടുതിയവന ഇല്ലെന്നു കാൺകയാൽ അംബോജ സംഭവ ബാണമെയ്തിടിനാൾ. അനിലജനുമതിനെ ബഹുമതിയോടുടനാദരിച്ചാഹന്ത മോഹിച്ചു വീണിതു ഭൂതലെ. ദശവദന സുദന നിലയ തനയനെ നിബന്ധിച്ചു തൻ പിതാവിൻ മുമ്പിൽ വച്ചു വിണങ്ങിനാൻ. പവനജനു മനസ്സിയൊരു പീഡയുണ്ടായില്ല. പണ്ടു ദേവന്മാർ കൊടുത്ത വരത്തിനാൾ. നളിനതല നേത്രനാം രാമൻ തിരുവടി നാമാമൃതം ജപിച്ചിടും ജനം സദാ. അമലഹൃതി മധുമദന ഭക്തി വിശുദ്ധരായി. അജ്ഞാന കർമ്മകൃതബന്ധനം ക്ഷണാൽ. സുചിരവിരചിതമഭിവിമുച്യ ഹരിവദം സുസ്ഥിരം പ്രാപിക്കുമില്ലൊരു സംശയം. രഘുതിലക ചരണയുഗമകതളിരിൽ വച്ചൊരു രാമദൂതന്നു ബന്ധം ഭവിച്ചിടുമോ. മരണജനിമയ വികൃതി ബന്ധമില്ലാതോർക്കു മറ്റുള്ള ബന്ധനം കൊണ്ടെന്തു സങ്കടം. കപടമതികലിത കരചരണ വിവശത്വവും കാട്ടിക്കിടന്നു കൊടുത്തോരനന്തരം. പലരുമതി കുതുകമൊടു നിശിചരണഞ്ഞുടൻ പാശകണ്ഠേന ബന്ധിച്ചതു കാരണം. ബലമിയലുമര ദിപു കെട്ടിക്കിടന്നെഴും ബ്രഹ്മാസ്ത്രബന്ധനം വേർപ്പെട്ടിതിപ്പോഴേ. വ്യതയുമവന അകതളിരിലെന്നാകിലും ബദ്ധനെന്നുള്ള ഭാവം കളഞ്ഞിലവൻ. നിശിചരരെടുത്തുകൊണ്ടാർത്തു പോകും വിധൗ നിശ്ചലനായി കിടന്നാൾ കാര്യഗൗരവാൾ. അനിലജന നിശിചര കുലാധിപൻ മുമ്പിൽ വെച്ചാതിഥേയാദി പരാതി ചൊല്ലിടിനാൾ. അമിത നിശിചരവരനെ രണശിരസി കൊന്നവനാശു വിരിഞ്ചാസ്ത്രബദ്ധനായിടിനാൾ. ജനകതവ മനസി സജീവന്മാരുമായി നീ ചെമ്മേ വിചാര്യ കാര്യം നീ വിധീയതാം. പ്ലവകകുലവരനറിക സാമാന്യനല്ലിവൻ പ്രാർത്ഥിത വർഗത്തിനെല്ലാം ഒരന്തകൻ. വിജതനയ വചനമിതു കേട്ടു ദശാനനൻ നിൽക്കും പ്രഹസ്തനോടോർത്തു ചൊല്ലിടിനാൽ. ഇവനിവിടെ വരുവതിനു കാരണമെന്തൊന്നും എങ്ങു നിന്നത്ര വരുന്നതെന്നുള്ളതും. ഉപവനവും മനുഷ്യമൊടു കാക്കുന്നവരെയും മൂക്കോടും മറ്റുള്ള നക്തഞ്ചരരെയും ത്വരിതമതിബലമൊടു തകർത്തു പൊടിച്ചതും. ൂമയോടാരുടെ ദൂതനെന്നുള്ളതും. ഇവനൊടിനി വിരവിനോടു ചോദിക്ക നീ എന്നും ഇന്ദ്രാരി ചൊന്നതു കേട്ടു പ്രഹസ്തനും. പവനസുതനോടു വിനയനയ സഹിതന്മ ആദരാൾ പൃച്ഛ നീയാരായച്ചു വന്നു കൃപേ.
നൃപസദരി കഥയ മമ സത്യം മഹാമതേ, നിന്നെ അയച്ചു വിടുന്നുണ്ടു നിർണയം. ഭയമഖിലമകതളിരിൽ നിന്നു കളഞ്ഞാലും ബ്രഹ്മസഭയ്ക്കൊക്കുമിസ്സഭാ പാർക്ക നീ. അനൃതവചനമല ധർമ്മകർമ്മങ്ങളും മത്രാരംഗേശ രാജ്യത്തിങ്കലില്ലടോ. നിഖില നിശിചര കുലബലാധിപൻ ചോദ്യങ്ങൾ നീതിയോടെ കേട്ടുവായുധനയനും. മനസ്സിലെ കുകുലവരനെ മുഹുരഭി നിരൂപിച്ചു മന്ദഹാസേന മന്ദേതരം ചൊല്ലിനാൾ. സ്ഫുടവചനമതി വിശദമിതി ഋണു നിണ്ട ജലപ്രഭോ. പൂജനാം രാമദൂതൻ ഞാനറിക നീ. ഭുവനപതി മമപതി പുരന്തര പൂജിതൻ. പുണ്യപുരുഷൻ പുരുഷോത്തമൻ പരൻ. കുജക കുലപതി ശയന നമലൻ അഖിലേശ്വരൻ. പൂർവദേവാരാധി ഭുക്തി മുക്തിപ്രദൻ. പുരമഥന ഹൃദയമണി നിലയനു നിവാസിയാം ഭൂദേശ സേവിതൻ ഭൂതപഞ്ചാത്മകൻ. ഭുജക കുലരിപു രിപുമണി രഥമുദ്വജൻ മാധവൻ. ഭൂപതി ഭൂതി ഭൂഭൂഷണ സംവിധൻ നിജജനക വചനമതു സത്യമാക്കിയിടുവാൻ നിർമ്മലൻ കാനനത്തിനു പുറപ്പെട്ടു. ജനകജയും അവരജനുമായി മരുവുന്ന നാൾ ചെന്നു നീ ജാനകിയെ കട്ടുകൊണ്ടില്ലയോ. തവ മരണമിഹ വരുവതിനൊരു കാരണം താമരസോദ്ഭവ കൽപ്പിതം കേവലം. തദനു ദശരഥ തനയനും മാതങ്കാശ്രമേ താവേന തമ്പിയുമായി ഗമിച്ചിടിനാൻ. തപന തനയനോടനല സാക്ഷിയായി സഖ്യവും താല്പര്യം ഉൾക്കൊണ്ടു ചെയ്തോരനന്തരം. അമരപതി സുതനെയൊരു ബാണേന കൊന്നുടൻ നർക്കാത്മജന് കിഷ്കിന്ധയും നൽകിനാൻ. അടിമലരിൽ ലമന മന മഴകിനോടുര ചെയ്വ നാധിപത്യം കൊടുത്താതി തീർത്തിടിനാൻ. അതിനവനും അവനി തനയാന്വേഷണത്തിനാ യാശകൾ തോറുമേ മേഘൈക 100,000 പ്ലവക കുല പരിവൃഢര് ലഘുതരമയച്ച മിക വന്നു കണ്ടിടിനേൻ. വനജ വിടപ്പികളെയും ഉടനുടനിഹ തകർത്തതും വാനരവംശ പ്രകൃതിശീലം വിഭോ. ഈ ഇകലിൽ നിശിചര വരരെയൊക്കെ മുടിച്ചതും എന്നെ വധിപ്പാനായി വന്ന കാരണം. മരണഭയമക തളിരിലില്ല യാതേ ഭുവി മറ്റൊരു ജന്തുക്കളില്ലെന്നു നിർണയം. ദശവദന സമരഭുവി ദേഹരക്ഷാർത്ഥമായി ത്വൽഭൃത്യവർഗത്തെ നിഗ്രഹിച്ചേനഹം. ദശനിയുത ശതവയസ് ജീർണമെന്നാകിലും ദേഹികൾക്കേറ്റം പ്രിയം ദേഹമോർക്ക നീ. തവ തനയ കരഗളിത വിധി വിശിഖമതാശേന തത്ര ഞാൻ ബദ്ധനായേനൊരു കാൽക്ഷണം. കമലഭവ മുഖ സരസ വരപ്രഭാവേന മേ കായത്തിനേതുമേ പീഡയുണ്ടായി വരാ. പരിഭവവും ഒരു പഴുതു മരണവും അകപ്പെടാ ബദ്ധഭാവേന വന്നിടിനേനെത്ര ഞാൻ. അതിനും ഇത് പൊഴുതിലൊരു കാരണമുണ്ട് കേളദ്യഹിതം. തവ ഭക്തമുക്തിയുക്തനായി അകതളിരിൽ അറിവ് കുറയുന്നവർക്കേറ്റമുള്ള ജ്ഞാനമൊക്കെ നീക്കേണം ബുദ്ധജനം. അതു ജഗതി കരുതു കരുണാത്മനാം ധർമ്മമെന്നാത്മോപദേശ മജ്ഞാനിനാം മോക്ഷദം. മനസ്സി കരുതുക ഭുവനഗതിയെ വഴിയെ ഭവാൻ മഗ്നനായി കീടീലോല മോഹമഹാംബുദേ. ത്വജ മനസ്സി ദശവദന രാക്ഷസീ ബുദ്ധിയെ ദൈവീ ഗതിയെ സമാശ്രയിച്ചിടു നീ. അത് ജനന മരണ ഭയനാശിനി നിർണയമന്യായുള്ളത് സംസാരകാരിണി. അമൃതഘന വിമല പരമാത്മബോധോപചിത മന്യോദ്ഭൂതനല്ലോ ഭവാൻ. കളകതവ ഹൃദി സപതി തത്വബോധേന നീ കാമകോപദ്വേഷലോഭമോഹാദികൾ സുതനയ നന്ദനാകയാൽ കർപ്പൂരഭാവം പരിഗ്രഹിക്കായിക നീ. ധനുജ സുരമനുജ ഖഗ മൃഗ കുജക ഭേദേന ദേഹാത്മബുദ്ധിയെ സംത്യജിച്ചിടു നീ. പ്രകൃതി ഗുണപരവശതയാ ബദ്ധനായി വരും പ്രാണദേഹങ്ങൾ ആത്മാവറിയടോ. അമൃതമയ നജനമലനദ്വയൻ അവ്യയൻ ആനന്ദപൂർണൻ
ഏകൻ പരൻ കേവലൻ നിരുപമനമീയൻ അവ്യക്തൻ നിരാകുലൻ നിർഗുണൻ നിഷ്കളൻ നിർമ്മമൻ നിർമ്മലൻ നിഗമവരനിലം നിലയൻ അനന്തനത്യം ആദ്യൻ വിഭുനിത്യൻ നിരാകാരൻ ആത്മാ പരബ്രഹ്മം വിധിഹരാദികൾക്കും വിധി തിരിയാതവൻ വേദാന്ത വേദ്യൻ അവേദ്യനജ്ഞാനിനാം സകല ജഗതിതമറികമായ മയാമയം വിഭോ സച്ചിന്മയം സത്യബോധം സനാതനം ജഡമഖില ജഗതിതം അനിത്യമറിക നീ ജന്മജരാമരണാദി ദുഃഖാൻവിതം അറിവതിനു പണി പരമം പുരുഷം അറിയാം മറിമായങ്ങളാത്മാനമാത്മന കണ്ടു തെളിക നീ പരമഗതി വരുവതിനു പരമൊരുപദേശവും പാർത്തു കേട്ടിടു ചൊല്ലിത്തരുന്നുണ്ടു ഞാൻ അനവരതമകതളിരിൽ അറിക ഭക്തി കൊണ്ട് ആത്മാവിശുദ്ധി വരുമെന്നു നിർണയം അകമലരും അകലും അളമതി വിശുദ്ധമായ ശുതത്വജ്ഞാനവും മുദിക്കും ദൃഢം വിമലതര മനസി ഭഗവത് തത്വവിജ്ഞാന വിശ്വാസ കേവലാനന്ദാനുഭൂതിയാൽ രചനിചര വനദഹന മന്ത്രാക്ഷരത്വയം രാമ രാമേതി സദൈവ ജപിക്കയും രതിസപതി നിജഹൃതി വിഹായ നിത്യം മുത രാമപാദധ്യാനമുള്ളിലുറയ്ക്കയും അറിവു ചെറുതകതളിരിൽ ഒരു പുരുഷനുണ്ടെങ്കിൽ ആഹന്ത വേണ്ടുന്നതാകയാലാശു നീ ഭജഭവ ഭയാപഹം ഭക്തലോകയുഗപ്രിയം ഭാനുകോടി പ്രഭം വിഷ്ണുപാദാംബുജം മധുമദന ചരണ സരസിജയുഗളമാശു നീ മൗഖ്യം കളഞ്ഞു ഭജിച്ചുകൊണ്ടിടടോ കുസൃതികളും ഇനി മനസ്സി കനിവൊടു കളഞ്ഞു വൈകുണ്ഠരോഗം ഗമിപ്പാൻ വഴി നോക്കു നീ പരതന കളത്ര മോഹേന നിത്യം മൃത പാപമാർജിച്ചു കീഴ്പോട്ടു വീണീടൊല നളിനദള നയനമഖിലേശ്വരം മാധവം നാരായണം ശരണാഗത വത്സലം പരമപുരുഷം പരമാത്മാനമദ്വയം ഭക്തി വിശ്വാസേന സേവിക്ക സന്തതം ചരണമിതി ചരണകമലേ പതിച്ചിടടോ ശത്രുഭാവത്തെ ത്യജിച്ചു സന്തുഷ്ടനായി കലുഷമനവധി ചടുതി ചെയ്തിതെന്നാകിലും കാരുണ്യമില്ല മറ്റാർക്കുമേ രഘുപതിയെ മനസ്സി കരുതിയിൽ അവനു ഭൂതലെ രണ്ടാമതുണ്ടാകയില്ല ജന്മം സഖേ സനകമുഖം മുനികൾ വചനങ്ങളിതോർക്കടോ സത്യം മയോക്തം വിരിഞ്ചാതി സമ്മതം അമൃത സമവചനമിതി പവനതനയോദിതം അത്യന്തരോഷേണ കേട്ടു ദശാനനൻ നയനം ഇരുപതിലും കണ്ണൽ ചിതറുമാറുടൻ നന്നായി ഉരുട്ടി മിഴിച്ചു ചൊല്ലിടിനാൻ തിലസദൃശം ഇവനെ ഇനി വെട്ടി നുറുക്കു വെന്തിക്കാരമിത്ര കണ്ടീല മറ്റാർക്കുമേ മമിന് കിടപ്പുവി വരവേ വടിവോടൊപ്പം ഇരുന്നു മാം മറ്റൊരു ജന്തുക്കൾ ഇങ്ങനെ ചൊല്ലുമോ ഭയവും ഒരു വിനയവും ഇല്ലവന്നു കാൺമാൻ ഇല്ല ഭാവിയായൊരു ദുഷ്ടാത്മാ ഷഠനിവൻ കഥയമ രാമനെന്നൊരു ചൊൽ കാനനവാസി സുഗ്രീവൻ എന്നാരടോ അവരെയും അനന്തരം ജാനകി തന്നെയും അത്യന്ത ദുഷ്ടനാം നിന്നെയും കൊല്ലുവൻ ദശുവദന വചനമിതി കേട്ടു കോപം പൂണ്ടു ദന്തം കടിച്ചു കപീന്ദ്രനും ചൊല്ലിനാൻ നിനവുതവു മനസ്സി പെരുതത്രയും നന്നു നീ നിന്നോടെതിരൊരു 100,000 രജനിചരകുല പതികളായി ഞെളിഞ്ഞുള്ളൊരു രാവണന്മാരൊരുമിച്ചതിർത്തിയിടിലും നിയതമിതു മമ ചെറുവിരൽക്കു പോരാ പിന്നെ നീ എന്തു ചെയ്യുന്നിതന്നോട് കശ്മല പവനസുനവദനമിതു കേട്ടു ദശാസനും പാർശ്വസ്ഥിതന്മാരോടൊത്തു പരാശു ചൊല്ലിയിടിനാൻ ഇവിടെ നിശചരൊരു വരായുധപാണിയായില്ലയോ കള്ളനെ കൊല്ലുവാൻ ചൊല്ലുവിൻ അതു പൊഴുതിലൊരുവൻ അവനോടടുത്തിയിടിനാൻ അപ്പോൾ വിഭീഷണൻ ചൊല്ലിനാൻ മെല്ലവേ അരുതരുതു ദുരിതമിതു ദൂതനെ കൊല്ലുകെന്നാർക്കടുത്തു നൃപന്മാർക്കു ചൊല്ലിയിടുവൻ ഇവനെ വനം ഇവിടെ വിരവോടു കൊന്നിടിനാൽ ഇങ്ങനെ എന്നറിയുന്നതു രാഘവൻ അതിനു പുനരിവനൊരടയാളമുണ്ടാക്കി നാം
അങ്ങയക്കേണമതല്ലോ നൃപോചിതം ഇതി സതസിതജവദന സഹജവദനേന താൻ എങ്കിലതങ്ങിനെ ചെയ്യുന്നു ചൊല്ലിനാൻ എങ്കിൽ അതങ്ങിനെ ചെല്ലുന്നു ചൊല്ലിനാൻ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. പൂർവം രാമ തപോവനാധിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീ ദാഹനം പശ്ചാദ്രാവണ കുംഭകർണ നിധനം ഏതദ്ധി രാമായണം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീനാരായണായേതി സമർപ്പയാമി. സർവം ഹരിനാരായണായേതി സമർപ്പയാമി. ഹരി ഓം. ഹരി ഓം. ഹരി ഓം. സാരാംശം വിശദീകരിക്കുന്നതിനായി സത്യജിത്ത് അണ്ണനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാ പദയേ നമഃ. ഇന്ന് നമ്മൾ ലങ്കാമർദ്ദനം, സുന്ദരകാന്ഡത്തിലെ ലങ്കാമർദ്ദനമാണ് ഇപ്പോ നമ്മുടെ അണ്ണന്മാരും അക്കന്മാരും ചേർന്ന് ചൊല്ലിയത്. അതിൽ ലങ്കാമർദ്ദനം, ലങ്കാദഹനം എന്നുള്ള ഭാഗം കൂടിയാണ്. അപ്പോ ഇത് ഇന്നലെ വിളിച്ചു പറയുമ്പോൾ എനിക്ക് ഒരു മുമ്പേ ഉള്ള ഒരു സംശയമാണ്. അത് പലർക്കും അറിയാവുന്നതായിരിക്കാം, എങ്കിലും ഞാനത് പല ഇതിൽ നോക്കിയിട്ട് പിടിക്കേണ്ടി വന്നു. കാരണം അതില് നമ്മൾ രാമായണത്തിൽ ശരിക്ക് ഉത്തരകാന്ഡം എന്ന് പറയുന്നത് പിന്നീട് ചേർത്താണെന്ന് പറഞ്ഞു. അപ്പൊ 6 കാണ്ഡങ്ങളോ 7 കാണ്ഡങ്ങളോ ആവട്ടെ, 6 കാണ്ഡങ്ങളിൽ എല്ലാറ്റിനും പേര് ഇപ്പോ നമുക്ക് ബാലകാന്ഡം എന്ന് പറയുന്നത് രാമന്റെയും മറ്റ് 4 പേരുടെയും ബാല്യകാലം, അതാണ് ബാലകാന്ഡത്തിൽ. പിന്നീട് അത് അയോധ്യാകാന്ഡത്തിൽ അവർ അയോധ്യയിൽ വളരുന്നതും അവിടുന്ന് ഉള്ള കാര്യങ്ങളുമായിട്ട് അയോധ്യാകാന്ഡം എന്ന് നമുക്കറിയാം. അവിടുന്ന് പിന്നീട് അരണ്യകാന്ഡം, വനത്തിലേക്ക് പോകുമ്പോഴുള്ളതിന് അങ്ങനെ പേരിട്ടു. അതിനുശേഷം കിഷ്കിന്ധാകാന്ഡം, അവിടെ കിഷ്കിന്ധയിലേക്ക് സുഗ്രീവ സഖ്യവും ഇതൊക്കെ ചെയ്യുമ്പോൾ അവിടേക്കുള്ള യാത്രയിൽ കിഷ്കിന്ധാകാന്ഡം എന്ന്. അതുപോലെ സുന്ദരകാന്ഡത്തിനപ്പുറം യുദ്ധകാന്ഡം എന്ന് പറയുന്നത് രാവണനുമായുള്ള യുദ്ധമാണെന്നറിയാം. സുന്ദരകാന്ഡം എങ്ങനെ പേര് വന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള, കാരണം അവിടെ ലങ്കാമർദ്ദനത്തെ കുറിച്ചോ അതുപോലെ ലങ്കാദഹനത്തെ കുറിച്ചും അതുപോലെ നടക്കുന്നത് സമുദ്രതരണം, അങ്ങനെ എന്തെങ്കിലും ആരും പേരിടേണ്ടത്. പക്ഷെ ഈ സുന്ദരകാന്ഡം എങ്ങനെ വന്നു എന്നുള്ളത് ഒരു സംശയം ഉണ്ടായിരുന്നു. ആ സംശയം സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി ഇവിടെ രാമായണ തത്വം എന്ന ഒരു പുസ്തകത്തിൽ പറയുന്നത്, സുന്ദരകാന്ഡം വളരെ ഭംഗിയായിട്ട് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇതിന് സുന്ദരകാന്ഡം എന്ന് വന്നിരിക്കുന്നത്? ഈ രാമായണത്തിൽ ഏറ്റവും സുന്ദരമായ ഭാഗം ഈ സുന്ദരകാന്ഡത്തിലാണ് വരുന്നത്. എന്തുകൊണ്ടെന്നാൽ നമുക്ക് അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ബ്രഹ്മത്തെ അറിയുവാനുള്ള ബ്രഹ്മത്തെ അറിയുക എന്നുള്ളതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. അതിനുവേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ടും, അതുപോലെ രാവണനോട് ഹനുമാൻ ലങ്കയിൽ അവിടെ പിടിച്ചുകെട്ടി അവിടെ ലങ്കാധിപന് മുന്നിൽ ഇരിപ്പിടം പോലും കൊടുക്കാത്തപ്പോൾ അവിടെ തന്നെ സ്വന്തം വാലുകൊണ്ട് ചുറ്റി ലങ്കാധിപന് മുകളിൽ ഒരു ഇരിപ്പിടമുണ്ടാക്കി അവിടെ ഇരുന്ന് പറയുന്ന കാര്യങ്ങൾ വളരെ അർത്ഥവത്തും അതുപോലെ ആനന്ദവുമായിട്ട് വിവരിച്ചത് കൊണ്ടാണ് അതിന് ഈ സുന്ദരകാന്ഡം എന്ന് വിവക്ഷിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇതിൽ സീതയെയാണ് ബ്രഹ്മം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സീതയെ കട്ടുകൊണ്ടുപോയി അശോകവനികയിൽ
ശിംശഭാ വൃക്ഷത്തിന് താഴെ ഇരിക്കുമ്പോഴും സീത പോയത് ലങ്കയിലേക്കാണ്, ലങ്ക തെക്ക് ഭാഗത്താണ് എന്നുള്ള ഈ കിഷ്കിന്ധയുടെ തെക്ക് ഭാഗത്തേക്കാണ് പോകേണ്ടത് എന്നറിഞ്ഞാൽ പോലും നമ്മളിപ്പോ അവിടെ കഴിഞ്ഞ ഭാഗത്തിൽ പറയുന്നത് ഈ വാനരന്മാർ എല്ലാ ദിശയിലേക്കും പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും എല്ലാം ഓരോ ഗ്രൂപ്പായി തിരിഞ്ഞു പോയി എന്നാണ് പറയുന്നത്. എന്ന് പറയും പോലെ നമ്മൾ ബ്രഹ്മത്തെ അറിയുവാൻ വേണ്ടി പല വഴിയിലൂടെ പല രീതിയിൽ എവിടെയുണ്ടോ എന്ന് അറിയാതെ തിരഞ്ഞു നടക്കുകയും അവസാനം ബ്രഹ്മജ്ഞാനിയായ അത്രയും ബ്രഹ്മജ്ഞാനിയായ ഹനുമാൻ മാത്രമാണ് സീതയുടെ അടുത്തേക്ക് എത്തിച്ചേരാൻ, അതായത് ബ്രഹ്മത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ഒരു തത്വത്തിലാണ് ഇതിന് സുന്ദരകാന്ഡത്തിന്റെ കാണ്ഡം എന്ന പേര് വരാൻ കാരണമെന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇതിന്റെ സാരാംശത്തിലേക്ക് കടക്കുമ്പോൾ അതുപോലെ അതിൽ വേറൊരു ഇത് കൂടിയുണ്ട്. ഹനുമാന് അഞ്ജനപുത്രനാണെങ്കിൽ പോലും സീതയാണ് സ്വന്തം മാതാവിനെ പോലെ ഇത്രയും കാലം രാമനിൽ നിന്നും വിട്ടു നിന്ന സീതയെ കാണുമ്പോഴുള്ള ആ ഭാഗം വിവരിക്കുന്നത് കൊണ്ടുകൂടിയാണ് ഇതിനെ വളരെ സുന്ദരമായി, കാരണം ഒരു മകൻ അമ്മയോടുകൂടി യോജിക്കുമ്പോഴുണ്ടാകുന്ന ആ സുന്ദര സാന്നിധ്യം, അവർ തമ്മിലുള്ള സംസാരങ്ങളും ഇതൊക്കെ വിവക്ഷിക്കുന്നത് കൊണ്ടുകൂടിയാണ് അതിന് സുന്ദരകാന്ഡം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഈ ലങ്കാമർദ്ദനത്തിൽ നമ്മൾ കണ്ടു സീതയുടെ അടുത്തെത്തുകയും സീതയുമായി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഇതില് എങ്ങനെയാണ് സീതക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി എല്ലാ കാര്യങ്ങളും അയോധ്യാധിപനായ ശ്രീരാമനിൽ നിന്നും ദശരഥനിൽ നിന്നും അവിടെ നിന്നും കിഷ്കിന്ധ വരെ എത്തിയ കാര്യങ്ങളും സുഗ്രീവ സഖ്യം ചെയ്തതും ഒക്കെ പറഞ്ഞു കൊടുത്ത് സീതയ്ക്ക് ശ്രീരാമൻ കൊടുത്തയച്ച അടയാളം ഇതൊക്കെ കൊടുത്തതിന് ശേഷം സീതയ്ക്ക് മനസ്സിലായി ഇത് രാവണൻ ചെയ്ത ഇത് വികൃതികളൊന്നും അല്ല എന്നെ പറ്റിക്കാൻ വേണ്ടി. ഏതായാലും ഇത് ഹനുമാൻ എന്നെ ശ്രീരാമൻ തന്നെ അയച്ചതാണെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം അപ്പോ ഹനുമാൻ അവിടെ ഇരുന്നു കൊണ്ട് ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിർദ്ദിഷ്ട കാര്യം നടന്നു. കാരണം അവിടുന്ന് വന്നിരിക്കുന്നത് ശ്രീരാമൻ പറഞ്ഞയച്ചു വിട്ടിരിക്കുന്നത് സീതയെ കണ്ടെത്തുക എന്നുള്ള ഒരു കർമ്മത്തിന് വേണ്ടിയാണ്. ആ കാര്യം നടത്തി. അതാണ് ഇന്നത്തെ ഇതില് നമ്മുടെ ആദ്യത്തെ വരികളിൽ പറഞ്ഞിരുന്നത്. നിർദ്ദിഷ്ട കാര്യം പ്രഭുവിന് എന്താണോ പ്രഭു പറഞ്ഞിരുന്നത് ആ കാര്യം വീഴ്ച പറ്റാതെ നടത്തിയിരിക്കുന്നു. പക്ഷേ ഉത്തമൻ ആയ ആൾ എന്താണ് ചെയ്യുക? അവിടെ നിന്ന് അതിനപ്പുറം മനോധർമ്മത്തിനനുസരിച്ച് മറ്റെന്തെങ്കിലും കൂടി സാധിച്ച് പോകുന്നവനാണ് ഉത്തമൻ എന്നാണ് പറയുന്നത്. അപ്പോ നമ്മുടെ ഹനുമാൻ സ്വാമി വിചാരിച്ചു ഇത് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കാണാതെ ആരും കാണാതെ പോകുന്നതല്ല. രാവണന്റെ സന്നിധിയിലെത്തുകയും രാവണനോടൊന്ന് സംസാരിച്ച് രാവണന് നല്ല ഉപദേശം കൊടുത്ത് ഒരു യുദ്ധം ഇല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയും കൂടി സാധിക്കുമെങ്കിൽ അത് വളരെ നന്നായിരിക്കുമെന്നുള്ള ഒരു ഉത്തമ ഉപദേശകനായിട്ട് ഒന്ന് നോക്കാമെന്നുള്ളതിന് ചിന്തിക്കുകയും അതിനുവേണ്ടി എന്താണ് രാവണന്റെ സന്നിധിയിൽ എത്തിപ്പെടുക എന്നുള്ളത്, അതിനുവേണ്ടി ഈ കുരങ്ങന്മാർക്ക് ഒരു കാര്യമുണ്ട്. എവിടെ മരങ്ങൾ കണ്ടാലും മറ്റു സാധനങ്ങൾ കണ്ടാലും അത് അതിന്റെ മേൽ ചാടിക്കളിക്കുക, ഓടിക്കളിക്കുക, അത് പറിച്ചു കളയുക എന്നൊക്കെ ആ ഒരു രീതിയിലേക്ക് ഹനുമാൻ അവിടെയുള്ള പൂന്തോട്ടങ്ങളൊക്കെ സീതയിരിക്കുന്ന ശിംശഭാ വൃക്ഷത്തിനെ മാത്രം വിട്ട് ബാക്കിയുള്ളതൊക്കെ നശിപ്പിച്ച് എടുത്തെറിയുകയും അവിടെയുള്ള രാക്ഷസന്മാരെ കൊന്നൊടുക്കുകയും എറിയുകയും ഒക്കെ ചെയ്യുന്ന അവിടെ ഒരു അലങ്കോലമാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരികയും അവിടെ ആർക്കും ഇത് നമ്മുടെ വായുപുത്രനെ തടയാൻ കഴിയുന്നില്ല. അവസാനം ഇത് ലങ്കാധിപന്റെ അടുത്തേക്ക് എത്തുകയും അവിടെ പോയി പറയുകയും ചെയ്യുന്നു, ഇവിടെ ഒരു വാലുള്ള ഒരു സാധനം വന്നിട്ടുണ്ട്, എവിടുന്നാ വന്നതെന്നറിയില്ല, വല്ലാത്തൊരു വികൃത രൂപത്തിൽ ഇവിടെ ഒട്ടാകെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എല്ലാരെയും ഓടിച്ച് അകറ്റുകയാണെന്ന് പറയുകയാണ്. അപ്പോ രാവണൻ ഉടനെ
ഇതാരാ, ഞാൻ ഉടനെ തന്നെ പോയി എന്നോളം ശക്തിമാൻ വേറെ ആരും ഉണ്ടാകാൻ വഴിയില്ല എന്നുള്ളൊരു അഹങ്കാരം എപ്പോഴും രാവണനുണ്ട്. രാവണൻ പോകാൻ ഒരുങ്ങുമ്പോൾ രാവണന്റെ മകൻ ആയ അക്ഷയകുമാരൻ പറഞ്ഞു, അല്ല അതിനു മുമ്പ് രാവണൻ ഒരു 5 സേനാധിപതികളെ അയക്കുകയാണ്. നിങ്ങൾ പോയിട്ട് അതാരാണ്, ഒരു കുരങ്ങനുണ്ടെന്ന് പറയുന്നു, എന്തോ ഒരു ജീവി, ആ ജീവിയെ പിടിച്ച് കെട്ടി ഇവിടെ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അവർ പോവുകയും അവരും ഹനുമാൻ എല്ലാം വധിച്ചു കളയുന്നു. ഇത് അറിഞ്ഞ് ക്രുദ്ധനായ രാവണൻ, രാവണൻ ഒരു ഇത് തന്നെ കൈലാസത്തെ തന്നെ അമ്മാനമാടിയ രാവണനാണ്. ഈ രാമായണത്തിലൊരു വാക്ക് പറയുന്നുണ്ട്, ഈ 5 വീരന്മാരായ സൈന്യാധിപന്മാരും മറ്റുള്ളവരൊക്കെ നശിച്ചപ്പോൾ തൽഫലം അത്ഭുതം വദ്ഭയോത്ഭൂതിതം ഈ എന്ന ഒരു വാക്ക് ഉപയോഗിക്കുന്നത്. അതായത് ഹനുമാന്റെ തൽഫലം അത്ഭുതം, ആ ഇത്രയും ബലമുള്ള ഇതാരാണ് മൽ ഭയോത്ഭൂതിതം, എനിക്ക് തന്നെ ഭയം ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു രാവണന് തനിയെ തോന്നുകയാണ്. രാവണൻ അങ്ങനെ രക്ഷയില്ല, ഇതിനെ പിടിച്ചു കെട്ടാൻ എന്താ വഴിയെന്ന് ആലോചിക്കുമ്പോൾ അക്ഷയകുമാരൻ പിന്നെ രാവണന്റെ മകൻ പറഞ്ഞു, രാജാവല്ല പോകേണ്ടത്, ഞാൻ പോകാം, ഞാൻ ഇവിടെ മകനായിരിക്കുമ്പോൾ നിങ്ങൾ പോകേണ്ട, ഞാൻ പോവാം, ഇതൊക്കെ എനിക്ക് വളരെ തുച്ഛമായ ഒരു ഇതാണ്, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് നേരെ പോവുകയും ഹനുമാനുമായി അമ്പ് എയ്യുമ്പോഴൊക്കെ ഹനുമാൻ മരങ്ങൾ പിഴുതെറിഞ്ഞ് അതിനൊക്കെ തടുക്കുകയും അവസാനം ഹനുമാന്റെ താടനത്തിൽ അക്ഷയകുമാരൻ വധിക്കപ്പെടുകയും ചെയ്തു. അക്ഷയകുമാരന്റെ വധത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ പിതാവായ രാവണനും അതുപോലെ സഹോദരനായ ഇന്ദ്രജിത്തിനും വളരെ പരിഭ്രാന്തിയായി. സ്വന്തം അനുജനെ നഷ്ടപ്പെട്ട ഇന്ദ്രജിത്ത്, ഇല്ല ഞാൻ എന്തായാലും ഇതിനെ പിടിച്ചു കെട്ടിയേ വരൂ എന്ന് രാവണനോട് പറഞ്ഞ് പോവുകയാണ്. ഇന്ദ്രജിത്തിനറിയാം ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്ന ഒരു അസ്ത്രം ഇന്ദ്രജിത്തിന്റെ കയ്യിലുള്ളത് കൊണ്ട് എന്ത് വന്നാലും ഇന്ദ്രജിത്തിന് ബ്രഹ്മാസ്ത്രത്തിൽ ആരെ വേണമെങ്കിലും തോൽപ്പിക്കാൻ സാധിക്കും, അത് അവസാന കൈയായി ഉപയോഗിച്ച് ഞാൻ കെട്ടിക്കൊണ്ടുവരുമെന്നുള്ള ശപഥം ചെയ്തു പോവുകയാണ്. അങ്ങനെ ഇന്ദ്രജിത്തും ഹനുമാനും ചേർന്ന് ഘോര യുദ്ധം നടക്കുകയാണ്. അവിടെ അവസാനം ഇന്ദ്രജിത്ത് കുറെ അമ്പുകളൊക്കെ കുറച്ച് മുറിവുകളൊക്കെ ഹനുമാന് പറ്റിയെങ്കിലും ഹനുമാനെ തോൽപ്പിക്കാൻ ഇന്ദ്രജിത്തിന് പറ്റാതെ വന്നപ്പോൾ അവസാനം ഈ ബ്രഹ്മാസ്ത്ര പ്രയോഗം ഇന്ദ്രജിത്ത് നടത്തി. ബ്രഹ്മാസ്ത്രത്തെ ഹനുമാന് തടുക്കാൻ പറ്റായികയല്ല, പക്ഷേ ആ ബ്രഹ്മാവിനോടുള്ള ആദരസൂചകമായി ആ ബ്രഹ്മാസ്ത്രത്തെ തൊഴുതുകൊണ്ട് അദ്ദേഹം ശിരസ വഹിക്കുകയും അങ്ങനെ മോഹാത്സ്യപ്പെട്ട് വീഴുകയും ചെയ്യുന്നു. അപ്പോ ഹനുമാനെ അങ്ങനെ ബന്ധനസ്ഥനാക്കുകയാണ് ഇന്ദ്രജിത്ത്. ഇവിടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇത് ഹനുമാൻ ചിന്തിക്കുന്നതാണ്, മരണജനിമയ വികൃതി ബന്ധമില്ലാതോർക്ക് മറ്റുള്ള ബന്ധനം കൊണ്ടെന്തു സങ്കടം. അതായത് ഇത് ഒരു മരണജനിമയ വികൃതി ബന്ധമില്ലാതെ, മരണത്തിലോ യാതൊന്നിലും ഭയമില്ലാത്തവർക്ക് ഈ ബ്രഹ്മാസ്ത്ര പ്രയോഗത്താൽ ഉണ്ടായിരിക്കുന്ന ഈ ബന്ധനമൊന്നും കാര്യമേ അല്ല. എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവർക്കും ഭയമുള്ളത് ഈ മരണത്തെയാണ്. അതിനൊന്നും ഒന്നും ഇതില്ലാത്ത ഇദ്ദേഹത്തിന്, അതായത് നമ്മുടെ വായുപുത്രന് ഇതൊരു പ്രശ്നമേ അല്ല. അദ്ദേഹം അത് നടിച്ചതാണ്, നടനമാണത് ആക്ച്വലി കാണിച്ചത് അവിടെ. കാരണം ആ ബ്രഹ്മാസ്ത്രത്തെ ശിരസ വഹിച്ച് കുറച്ചു നേരത്തേക്ക്, കാരണം ഹനുമാന് ലങ്കാധീശന്റെ മുന്നിൽ എത്തണം, അതിന് ഈ ബന്ധനം നടിച്ച് ആ ബന്ധിക്കപ്പെട്ടപ്പോൾ എല്ലാ രാക്ഷസന്മാരെ ബാക്കിയുള്ളവരൊക്കെ വന്ന് ഒരു കയറെടുത്ത് കെട്ടി മെല്ലെ ഹനുമാനെ ലങ്കാധീശന്റെ മുന്നിൽ കൊണ്ടുവെക്കുകയാണ്. അപ്പോ അവിടെ വെച്ച്
ലങ്കാധീശൻ ഇരിക്കാനുള്ള ഒരു ഇരിപ്പിടം പോലും കൊടുക്കാത്തപ്പോൾ ലങ്കാധീശനെക്കാളും മേലെ ഒരു സ്ഥാനം തന്റെ വാലുകൊണ്ട് ചുറ്റി ഉണ്ടാക്കി ഇരിപ്പിടം വെച്ചപ്പോൾ ലങ്കാധീശന് വല്ലാതൊരു എന്താ പറയാ അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം രാവണനെക്കാളും ഉയരത്തിൽ ഇരിക്കാൻ പറ്റിയ ഒരു വാനരനോ ഇത് ആരാണപ്പോ ഇങ്ങനെ ഇദ്ദേഹത്തിന് ഒരു ഭയവുമില്ലല്ലോ എന്നുള്ളൊരു. പക്ഷെ രാവണന്റെ ഉള്ളിൽ ഭയവുമുണ്ട്. ഇത് ആരാണെന്ന് അറിയാത്തത് കൊണ്ട് ഇത്രയൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിപ്പിക്കാൻ പറ്റുന്ന ഇത് ആരാണെന്നുള്ളത് അറിയാനുള്ളൊരു ആകാംക്ഷയുണ്ട്. അങ്ങനെ തന്റെ മന്ത്രിയായ പൗലസ്ത്യനോട് ചോദിക്കണം, അദ്ദേഹത്തോട് ചോദിക്കൂ, ഇത് ആരാണ്, നീ എവിടുന്നാണ് വരുന്നത്, നിന്നെ ആരാണ് ഇവിടത്തേക്ക് അയച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ, എന്തിനാണ് ഈ രാക്ഷസന്മാരെ എല്ലാം നശിപ്പിച്ച് ഈ പൂന്തോട്ടമൊക്കെ നശിപ്പിച്ചത് എന്തിനാണെന്ന് ചോദിക്കൂ എന്നുള്ളത് ചോദിച്ചപ്പോൾ പ്രഹസ്തനോട് ചോദിക്കാൻ പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, ഇങ്ങനെ എന്തിനാണ് ഈ വന്നത്, ആരാണ് നിങ്ങളെ അയച്ചത്, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരിക്കും. ഇത് രാവണന്റെ രാജ്യസഭയിൽ നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞ് ഇതായി കഴിഞ്ഞാൽ ഞങ്ങളെ യാതൊരു ഇതും ചെയ്യില്ല, എന്താണ് കാര്യം എന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അതിന് മുമ്പ് അതുപോലെ അവിടെ ഒരു ഇത് കൂടിയുണ്ട്. നമ്മൾ ഈ ബ്രഹ്മാസ്ത്രം കൊണ്ട് ബന്ധിച്ചപ്പോൾ അവിടെ ഒരു വാക്കുകൂടി ഇതിൽ തുഞ്ചത്തെഴുത്ത് അച്ഛൻ പറയുന്നുണ്ട്. രാമജപം മനസ്സിലുണ്ടാകുന്ന വഴി അജ്ഞാന അന്ധകാര ബന്ധനങ്ങളിൽ നിന്ന് സാധാരണ ജനങ്ങളെ രക്ഷിക്കപ്പെടുന്നു. അങ്ങനെയുള്ളപ്പോൾ ശ്രീരാമചന്ദ്ര ചരണങ്ങളെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ശ്രീരാമദൂതന് ബന്ധമുണ്ടാകുമോ എന്നുള്ളൊരു ഇതുണ്ട്. എന്നുവെച്ചാൽ ബന്ധിക്കാൻ പറ്റുന്നതല്ല, പക്ഷെ ഇദ്ദേഹം നമ്മുടെ ഹനുമാൻ സ്വാമി അത് ബന്ധനമായി നടിച്ചതാണ് ഇവിടെ എത്തിച്ചേരാൻ വേണ്ടി. അങ്ങനെ ഇവിടെ നിന്ന് നമ്മുടെ ഹനുമാൻ പറയുകയാണ്. ഹനുമാന്റെ ആ പറയുന്നതിനും ഇതുണ്ട്. മൂഢപ്രഭോ എന്നാണ് രാവണനെ വിളിക്കുന്നത്. മൂഢപ്രഭോ എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പിന്നെ കാട്ടിൽ വെച്ച് സീതയെ കെട്ടുകൊണ്ട് വന്നതും അവിടുന്ന് മതങ്കാശ്രമ പ്രവേശം, അവിടുന്ന് സുഗ്രീവ സഖ്യം, ഇന്ദ്രപുത്രനായ സുഗ്രീവനുമായി കിഷ്കിന്ധ സന്ധി, ഇതൊക്കെ കഥകളൊക്കെ പറഞ്ഞ് എന്നെ ശ്രീരാമനാണ് ഇവിടത്തേക്ക് വിട്ടത്, ശ്രീരാമൻ ആരാണെന്ന് എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. ഈ കാടും ഈ മരങ്ങളൊക്കെ ഞാൻ പിഴുതെറിഞ്ഞ എന്തിനാണെന്ന് നിങ്ങൾ ചോദിച്ചു. അതിന് കാരണം ഞാൻ ഒരു കുരങ്ങനാണ്. കുരങ്ങന്റെ ഒരു ഓടുന്നതും ചാടുന്നതും വലിച്ചെറിയുന്നതും ഇതൊക്കെ ഒരു ജന്മ സ്വഭാവമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നീട് അവിടെ രാവണന് ഉപദേശം കൊടുക്കുകയാണ് പലതരത്തിലും. അവിടെ ഇത് ഒരു കാര്യം പറയുന്നത്, 100 കോടി വയസ്സ് ചെന്നാലും പ്രാണികൾക്ക് സ്വശരീരം ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കും എന്ന് പറയുന്നുണ്ട്. ദശനിയുത ശതവയസ്സി ജീർണമെന്നാകിലും ദേഹികൾക്കേറ്റം പ്രിയം ദേഹമോർക്ക നീ. നമ്മൾ ഈ ദേഹിയോടാണ് നമുക്ക് പ്രിയം. ഇതൊക്കെ മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് പറയുകയാണ്. നമ്മൾ എന്തൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലും ഈ 100 കോടി വയസ്സ് എന്നാലും നമ്മളെ ബോഡിയെ നേരെ നല്ല നിലയിൽ കാണിക്കുക എന്നുള്ള ആ ഒരു മനുഷ്യ ചിന്താഗതിയാണ് ഇത്. അതുകൊണ്ട് നീക്ക് മറ്റൊരാളുടെ ദ്രവ്യവും അതുപോലെ മറ്റൊരാളുടെ ഭാര്യയെയും ആഗ്രഹിക്കരുത്. അത് കാരണമാണ് നിനക്ക് ഈ പ്രശ്നം ഇതൊക്കെ വരുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞാനിവിടെ വന്നത് എനിക്ക് ഹിതോപദേശം നൽകി അറിവില്ലാത്തവർക്ക് അജ്ഞാനം നീക്കാൻ വേണ്ടി ഉപദേശം നൽകുക എന്നുള്ളത് വിദ്വാൻമാരുടെ കടമയാണ്. ആ നിലക്ക് ഞാൻ നിന്നെ ഉപദേശിക്കുകയാണ് എന്ന് പറഞ്ഞ് അവിടുന്ന് അതുകൊണ്ടുകൂടിയാണ് ഇത് കൂടുതൽ ഈ രാമായണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നുള്ള പറയാൻ കാരണം. അപ്പോ അവിടെ ഈ ലോകഗതിയെ പറ്റിയും അങ്ങ് വേണ്ട വിധം ചിന്തിച്ച് സീതാദേവിയെ രാമന് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ രാമൻ എല്ലാവരോടും അങ്ങനെ ആരോടും ക്രുദ്ധനായിരിക്കുന്ന ആളല്ല അദ്ദേഹം. നീ ഇപ്പോഴും അത് കൊടുത്ത് രാമരാമ ജപിച്ച് അദ്ദേഹത്തിന്റെ പാതാരവിന്ദങ്ങളിൽ മനസ്സ് സമർപ്പിച്ചാൽ ഇപ്പോഴും നിനക്ക് രക്ഷപ്പെടാനൊരു മാർഗമുണ്ട് എന്ന്
ഹനുമാൻ പറയുകയാണ്. അപ്പോ അവിടെ ഒരു കാര്യം കൂടി ഇത് നമ്മുടെ ഹനുമാൻ സ്വാമി പറയുന്നുണ്ട്. ഈ രാവണന്റെ പൂർവകാലം എന്ന് പറയുന്നത് ബ്രഹ്മദേവന്റെ പുത്രനായ പുലസ്ത്യന്റെ മകനായ വിശ്രവസിന്റെ മകനാണ് നീ. അതുകൊണ്ട് നിനക്ക് വംശശുദ്ധിയുണ്ട്. ആ വംശശുദ്ധി വെച്ച് നീ ആകയാൽ രാക്ഷസ സ്വഭാവം വെടിയാൻ നിനക്ക് സാധിക്കും. നീ അത് ചെയ്താൽ നീയും നിന്റെ കുലവും സംരക്ഷിക്കപ്പെടും എന്ന് ഹനുമാൻ സ്വാമി പറയുകയാണ്. അതുപോലെ അവിടെ മറ്റൊരു കാര്യം ഹനുമാൻ സ്വാമി എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. രഘുപതിയെ മനസ്സി കരുതുകിലവനു ഭൂതലെ രണ്ടാമതുണ്ടാക ഇല്ല ജന്മം സഖേ സനകമുഖ മുനികൾ വചനങ്ങളിതോർക്കടോ സത്യം മയോക്തം വിരിഞ്ചാതി സമ്മതം. എന്ന് വെച്ചാൽ രഘുപതിയെ മനസ്സി കരുതുകിൽ അവന് ഭൂതലെ രണ്ടാമത് ഉണ്ടാക ഇല്ല ജന്മം സഖേ. ഈ ഭൂമിയിലെ ജന്മം ശ്രീരാമനിൽ മനസ്സ് അർപ്പിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് ഉണ്ടാകില്ല. അത് സനക മുനികൾ പറഞ്ഞ കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് നീ ശ്രീരാമന് മനസ്സ് സങ്കല്പിച്ച് അവിടത്തേക്ക് എല്ലാ തെറ്റുകുറ്റങ്ങളും പൊറുക്കണമെന്ന് അപേക്ഷിക്കണം എന്നാണ് രാവണനോട് പറയുന്നത്. ഇത് കേട്ട അവിടെ അതുപോലെ ആത്മാവും പരബ്രഹ്മത്തെ കുറിച്ചുള്ള കാര്യങ്ങളും കൂടി അതിൽ വിശദീകരിക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ രാവണന് അങ്ങ് ദേഷ്യം വരികയാണ്. ഇദ്ദേഹം എവിടുത്തെ ആളാപ്പോ വന്നിട്ട് എന്നോട് ഇങ്ങനെയൊക്കെ, അതും എന്റെ സ്ഥലത്ത് വന്ന് രാക്ഷസ രാജാവായി ഈ ഭൂലോകം വിറപ്പിക്കുന്ന എന്നോട് വന്ന് പറയാൻ ഇത്തരം ഒരു ധൈര്യം എങ്ങനെ വന്നു? ഇവിടെ ആരുമില്ല ഇദ്ദേഹത്തെ ഒന്ന് വാളുകൊണ്ടോ ഛേദിച്ച് കളയാൻ ആരുമില്ലേ എന്നുള്ളൊരു അട്ടഹാസം ചെയ്യുമ്പോൾ വിഭീഷണൻ അവിടെ വരികയും വിഭീഷണൻ പറഞ്ഞു, ഇത് ശരിയല്ല സഹോദര, കാരണം ഇദ്ദേഹം ഒരു ദൂതനായി വന്നതാണ്. ദൂതനെ നമ്മൾ ഒരിക്കലും നശിപ്പിച്ചു കളയുകയല്ല. ദൂതന് ഇവിടുന്ന് കിട്ടിയ അനുഭവങ്ങളും അതുപോലെ നിങ്ങൾ പറഞ്ഞതുമൊക്കെ അവിടെ എത്തിച്ചു കഴിയേണ്ട ഒരു കാര്യം കൂടി ബാക്കിയുണ്ട്. ദൂതൻ എന്ന് പറയുന്നത് ഇവിടെയുള്ളത് നശിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇംഗിതം അവിടെ അറിയില്ല. അപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം, ഇദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാക്കി അദ്ദേഹത്തെ പറഞ്ഞു വിടുകയാണ് നല്ലത്. കാരണം ഇത് രാമന്റെ അടുത്ത് പോയി പറയണമെന്നുണ്ടെങ്കിൽ കൊന്നുകളഞ്ഞാൽ ശരിയാകില്ല എന്ന് പറയുകയും അത് അടുത്ത ഇതിൽ വരും. അപ്പോ കുരങ്ങന്മാർക്ക് എപ്പോഴും അവരുടെ വാലാണ് ഏറ്റവും പ്രാധാന്യം. അപ്പൊ വാലിന് നമുക്ക് തീ കൊടുത്ത് അദ്ദേഹത്തെ ഒന്ന് പൊള്ളലേൽപ്പിച്ച് പറഞ്ഞു വിടാമെന്നുള്ള വരെ ആണ് ഇന്നത്തെ ഈ ലങ്കാ മർദ്ദനത്തിൽ വരുന്നത്. ലങ്കാദഹനം അതിനുശേഷം വരും. അപ്പോ ഇതാണ് ഇന്നത്തെ ചൊല്ലിയതിന്റെ സാരാംശം. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാദതീം സമദരാക്ഷസാന്തകം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. ഇന്ന് ഇവിടെ സുന്ദരകാണ്ഡത്തിലെ വരികൾ വളരെ മനോഹരമായി പാരായണം ചെയ്ത സിന്ധു അക്കയ്ക്കും ഗീതാ ജയപ്രകാശ് അക്കയ്ക്കും ജയരാജ് അണ്ണനും ശ്രീകുമാർ അണ്ണനും വളരെ സ്നേഹത്തോടെ എൻ്റെ പേരിലും സമിതിയുടെ പേരിലുമുള്ള നന്ദി അർപ്പിക്കുന്നു. അതുപോലെ ശ്ലോകത്തിന്റെ സാരാംശം വളരെ ഭംഗിയായി എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ലളിതമായ ഭാഷയിൽ തന്നെ വിശദീകരിച്ചു തന്ന നമ്മുടെ സത്യജിത്ത് അണ്ണന് എൻ്റെ പേരിലും സമിതിയുടെ പേരിലുമുള്ള നന്ദി അർപ്പിക്കുന്നു.
അതുപോലെ ഇവിടെ ഇത്രയും സമയം ഭക്തിപൂർവം പാരായണം ശ്രവിച്ച എല്ലാ യോഗ ബന്ധുക്കൾക്കും ഈ പരിപാടി വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ പ്രിയങ്കരിയായ ഗിരിജ രാജേന്ദ്രൻ അക്കയ്ക്കും ഈ പരിപാടികളൊക്കെ റെക്കോർഡ് ചെയ്ത് നമ്മളിലേക്ക് എത്തിച്ചു തരുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുനൈന അക്കയ്ക്കും SPYSSനും സൂം ആപ്പിനും എൻ്റെ പേരിലും സമിതിയുടെ പേരിലും ഹൃദയത്തിൽ തൊട്ട നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും ലോക കല്യാണ മന്ത്രം ചൊല്ലാം. കണ്ണുകൾ അടക്കാം, കൈകൾ നമസ്കാര രീതിയിൽ കൊണ്ടുവരാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.